ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻഡോറിലും ഔട്ട്ഡോറിലുള്ള കുറച്ച് ചെടിയുടെ കളക്ഷൻസ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇൻഡോർ ഗാർഡൻ്റെ ഒരു ഗാർഡൻ ടൂർ പോലെയാണ് ചെയ്യുന്നത്. ജസ്റ്റ് എന്തൊക്കെ പ്ലാന്റാണ് നമ്മൾ ഇൻഡോറായിട്ട് വെച്ചതെന്നൊന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ എല്ലാവർക്കും പ്രിയപ്പെട്ട പത്തോസ് ഭാഗത്തിൽ പെടുന്നൊരു പ്ലാന്റാണ് എൻജോയ് പത്തോസാണ്. നിങ്ങൾക്ക് പല ഷേപ്പിലും പല ആകൃതിയിലും പല രൂപത്തിലും എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. നമ്മളിത് റിങ് പോലെയും അതുപോലെ ഹാർട്ട് ഷേപ്പിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വാട്ടർ പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാന്റാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫ് നല്ല ഭംഗിയാണ്. നല്ലൊരു ഗ്രീനും ഓഫ് വൈറ്റ് ഷെയ്ഡിലുമാണ് ഇതിൻ്റെ മിക്സ് വരുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് മണി പ്ലാന്റിൽ തന്നെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. ഇത് നമ്മുടെ മാർബിൾ പത്തോസാണ്. നല്ലൊരു ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഒക്കത്തിനും ഒരു ഷെയ്ഡാണെങ്കിലും ഓരോ വെറൈറ്റിക്ക് ഓരോരോ വ്യത്യാസങ്ങളുണ്ട്. ഇത് നമ്മുടെ മഞ്ജുള ആണ്. ഇതിനൊരു ഹാർട്ട് ഷേപ്പ്ഡ് ലീവ്സാണ്. പിന്നെ നമ്മുടെ സിൽവർ മണി പ്ലാന്റ് ഉണ്ട്. നല്ലൊരു സിൽവർ ടച്ച് ആഷ് ടച്ചിൽ വരുന്നതാണ് ഇതിൻ്റെ ലീഫ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ എൻജോയ് പത്തോസാണ്. ഇത് നമ്മളൊരു ചെറിയൊരു പോട്ടിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഡൈനിങ് ഹാളിലും ടേബിളിലും ഒക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളെടുത്ത് കുറച്ച് നിയോൺ പത്തോസാണ്. നല്ല ഗോൾഡൻ കളറിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത്. മണി പ്ലാന്റ് കൂടാതെ തന്നെ നമുക്ക് വേറെയും വെറൈറ്റീസ് ഉണ്ട്. ആഗ്ലോണിമി നമ്മൾ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇൻഡയറക്റ്റായിട്ട് വെയിൽ കിട്ടുന്നൊരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ പ്ലേസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫിലഡൻഡ്രോണിൻ്റെ കുറച്ച് വെറൈറ്റീസും ഒക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഫിലഡൻഡ്രോണിൽ വരുന്ന റോയൽ ഓറഞ്ച് ആണ്. അതുപോലെ തന്നെ ഫിലഡൻഡ്രോൺ ബ്രസീലിയൻ നമ്മളൊരു സ്റ്റിക്ക് വെച്ചിട്ട് സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കക്കറ്റ്സും കൂടി വളർത്തിയിട്ടുണ്ട്. ഇവിടെ നന്നായിട്ട് വെയിലടിക്കുന്ന ഒരു ഭാഗമായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇതും വളർന്നു കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ 2-3 വെറൈറ്റി ഉണ്ട്. കക്കറ്റ്സ് തന്നെ ഇതൊക്കെ ആദ്യം ഒരു ചെറുതായിരുന്നു. പിന്നെ ഇത് വലുപ്പം വെക്കുന്നതിലുപരി കുറച്ച് വണ്ണം വെച്ചിട്ടാണ് വരുന്നത്. ചെറിയൊരു കക്കറ്റ്സ് ആയിരുന്നു ഇത് നമ്മൾ വെച്ച് കൊടുത്തപ്പോൾ. ഇപ്പോൾ അത്യാവശ്യം ഒന്ന് വണ്ണം വെച്ചിട്ടുണ്ട്. ഇതിനൊന്നും പൊതുവേ അത്യാവശ്യം വെള്ളമൊന്നും വേണ്ട. വെയിൽ കിട്ടുന്ന ഏരിയയിലായതുകൊണ്ട് 1-2 ആഴ്ച കൂടുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ കുറച്ച് ആഗ്ലോണിമ കളക്ഷൻസാണ് ഉള്ളത്. ഇത് ആഗ്ലോണിമയിൽ ആഷ് കളറാണ്. നമ്മൾ ഗ്രീനിൽ ഒരു ആഷ് കളർ ടച്ച് വരുന്നത്. ഇതിൻ്റെ ഒരു വലിയ തരത്തിലുള്ളതുണ്ട്. ഇതൊരു മിനിയേച്ചർ ടൈപ്പിലുള്ള ആഗ്ലോണിമയാണ്. അതുപോലെ തന്നെ പല കളറിൽ വരുന്ന ട്രൈ കളറിൽ വരുന്ന ആഗ്ലോണിമ ഉണ്ട്. ഇതിന് 2-3 വെറൈറ്റി ഉണ്ട്. ആഗ്ലോണിമ ഗ്രീന്, ആഷ്, അതുപോലെ തന്നെ യെല്ലോ ഉണ്ട്. ഇതൊക്കെ സിമ്പിളായിട്ടും ചിലവ് കുറഞ്ഞ രീതിയിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ലോ കോസ്റ്റ് ആയിട്ടുള്ള ആഗ്ലോണിമയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പിടിച്ചു കിട്ടുകയും ചെയ്യും. നമുക്ക് ഇൻഡോറായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാവുന്നതുമാണ്. അതുപോലെ തന്നെ നമുക്ക് കലാത്തിയൻ്റെ കുറച്ച് വെറൈറ്റീസും കൂടി നമ്മൾ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കലാത്തിയ സിയാന്ത എന്ന് പറയുന്ന ഒരു ടൈപ്പാണ്. നല്ലൊരു ആഷ് ഗ്രീൻ ഷെയ്ഡിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത്. പുറകുവശമാണെങ്കിൽ നല്ലൊരു ഓറഞ്ച് ഗ്രേപ്പിൻ്റെ കളറിലാണ് വരുന്നത്. ഒരു ഡാർക്ക് ലാവൻഡർ കളർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നല്ല രീതിയിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇൻഡയറക്റ്റ് സൺലൈറ്റാണ് കലാത്തിയ പ്ലാന്റ് മെയിനായിട്ടുള്ളൊരു ഹെൽത്ത് ആയിട്ട് വളരാനുള്ളൊരു കാരണം. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഏരിയയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആഗ്ലോണിമ സ്നോ വൈറ്റ് ഉണ്ട്, കലാത്തിയ ഡോട്ടി, അങ്ങനെ പല തരത്തിലുള്ള നമ്മളിതുപോലെ തന്നെ ഈ ഒരു ചെറിയൊരു ഏരിയ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്ഥലപരിമിതിക്കുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു ഏരിയ വീട്ടിലുണ്ടെങ്കിൽ കുറേ പോട്ടുകളൊക്കെ ഇവിടെ വെച്ച് കൊടുക്കാവുന്നതാണ്. സ്പൈഡർ പ്ലാന്റിൽ വരുന്നൊരു ലീഫി പ്ലാന്റ് ആണ്. ഇത് നമ്മൾ ഒരു ചെറിയ 2 ബോട്ടിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അടിഭാഗം ഒരു ബേസാക്കി കൊടുത്തിട്ട് ബാക്കിയുള്ള ഭാഗത്തിൽ മണ്ണ് നിറച്ചിട്ട് പോട്ടാക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ പോട്ടിനോ പകരം ഈ രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് വീടിൻ്റെ ഏരിയയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ്. ഓവർ വലിപ്പമില്ലാതെ ഈ ഒരു ബുഷിയായിട്ട് വലിപ്പത്തിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇത് അതുപോലെ തന്നെ ഫിലഡൻഡ്രോണിൽ വരുന്ന ഒരു വെറൈറ്റിയാണ്. ഫിലഡൻഡ്രോൺ മൈക്കൻസ് ആണ്. ഇതും നമ്മളൊരു റിങ് പോലെ കെട്ടി കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ നമുക്കിവിടെ ആഫ്രിക്കൻ വയലറ്റിൻ്റെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. ഒരു ഗ്രീനും അതുപോലെ തന്നെ നല്ലൊരു വൈറ്റും ബ്ലൂവും അതുപോലെ തന്നെ പിങ്കും കളറും മിക്സ് ചെയ്ത് വരുന്നൊരു ആഫ്രിക്കൻ വയലറ്റ് നമ്മളിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ നമ്മൾ വീടിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് സ്നേക്ക് പ്ലാന്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്നേക്ക് പ്ലാന്റിൻ്റെ 2-3 വെറൈറ്റീസ് ഉണ്ട്. ഗ്രീൻ ആഷ് വെച്ച് വരുന്നതും അതുപോലെ തന്നെ ഒരു ഗ്രീനും യെല്ലോയും കൂടി കളർ മിക്സ് ചെയ്ത് വരുന്നത്. ഇത് സാൻസിവേരിയത്തിലെ വേറൊരു വെറൈറ്റിയാണ്. നല്ലൊരു സിലിണ്ടറിക്കൽ പോലെയാണ്. സാൻസിവേരിയ സിലിണ്ടറിക്കാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഇങ്ങനെ കുറച്ച് ചെടികൾക്ക് തന്നെ ഒരുപാട് വെള്ളമൊന്നും വേണ്ടാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ വീടിനൊക്കെ നല്ലൊരു ഭംഗി കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി
നമുക്ക് നമ്മുടെ കുറച്ച് ഔട്ട്ഡോർ പ്ലാന്റിൻ്റെ കളക്ഷൻസ് കാണാം. ഇതൊക്കെ നമ്മൾ ടെറസിൽ വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. ടെറസിൽ പോട്ടിയിലാക്കിയിട്ട് വെച്ച് കൊടുത്തതാണ്. അതിൽ നമുക്ക് നല്ലൊരു അടീനിയത്തിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അടീനിയത്തിൽ 2 തരത്തിൽ നമുക്ക്, ഇതാണ് നമ്മൾ 2 വെറൈറ്റി ആയിട്ട് വരുന്ന അടീനിയം കളക്ഷൻസ്. ഇതൊരു ലൈറ്റ് പിങ്കും ഡാർക്കും കൂടി മിക്സ് ചെയ്തിട്ട് വരുന്നതാണ്. ഇതിൻ്റെ ഒരു വേറെ വെറൈറ്റിയാണ്. ഇത് 2 സിംഗിൾ പെറ്റൽസിൽ വരുന്നതാണ്. നമുക്കൊരു മൾട്ടി പെറ്റൽസ് ഉണ്ട്, അതിപ്പോൾ പൂവ് ഉണ്ടായിട്ടില്ല. പിന്നെ നമുക്ക് കുറച്ച് ബിഗോണിയൻ്റെ കളക്ഷൻസ് ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് ബിഗോണിയൻ്റെ കളക്ഷൻസ് ഉണ്ട്. ഇത് വാക്സ് ബിഗോണിയയിൽ വരുന്നതാണ്. പൂക്കൾക്ക് കുറച്ച് പ്രാധാന്യമുള്ളൊരു ബിഗോണിയ കൂടിയാണ്. ഇതിൻ്റെ 2 ഷെയ്ഡാണ് നമുക്കുള്ളത്. വൈറ്റിൽ ഇതുപോലെ പൂ വരുന്നതും അതുപോലെ തന്നെ ഈ ഒരു പിങ്ക് വെറൈറ്റിയാണുള്ളത്. ഇത് വളരുന്നതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. കുറേ കാലമായി കഴിഞ്ഞാൽ റീപോർട്ട് ചെയ്യുക. അതൊക്കെയാണ് ഈ ഒരു ബിഗോണിയൻ്റെ മെയിനായിട്ടുള്ള കെയർ. നമുക്ക് കൂടുതൽ കമ്പുണ്ടാകുന്നതിനനുസരിച്ച് ഈ ഭാഗത്തൊക്കെ നോക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാതാണ്. ഓരോ പ്രാവശ്യം പൂവിടുന്നതിനനുസരിച്ച് നമ്മളങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് ചെറിയ പോട്ടിലേക്കാക്കി ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് കിട്ടുന്നതായിരിക്കും. മദർ പ്ലാന്റ് അഥവാ ചീഞ്ഞ് പോവുകയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊന്ന് പ്രൂൺ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ചെടി എപ്പോഴും നിലനിൽക്കുകയും ചെയ്യും. ഒരു കൂട്ടം ബിഗോണിയ നല്ല പൂവുണ്ടായി കഴിഞ്ഞാൽ കാണാനും നല്ല രസമായിരിക്കും. ഇതാണ് നമ്മുടെ ബിഗോണിയൻ്റെ റക്സ് ബിഗോണിയൻ്റെ ഒരു വൈറ്റ് കളർ എന്ന് പറയുന്നത്. വാക്സ് ബിഗോണിയയിൽ വരുന്ന വൈറ്റ് കളറാണിത്. അത് നമുക്കിപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ പൂവിട്ടിട്ട് പിടിച്ച് കിട്ടുന്നത്. അപ്പോൾ കുറച്ച് ഹെൽത്തി ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ വളർന്ന് കിട്ടുന്നതായിരിക്കും. ലോഷ്യ പ്ലാന്റ് ആണ്. 2 കളറിലാണ് നമുക്കുള്ളത്. ഒന്ന് ഈ കാണുന്ന ഒരു യെല്ലോ കളറിലും ഒന്ന് നല്ല ഡാർക്ക് പിങ്ക് കളറാണ്. ഇത് നമുക്ക് നാട്ടിൽ കോഴിപ്പൂ എന്നൊക്കെ നമ്മളിവിടെ പറയാറുണ്ട്. ഒരു സിൽവർ പോലെയാണ്. സാറ്റേൺ 9 ഇതിനെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഈ ഒരു പൂ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറേ കാലം അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് പൂ പോലെ തന്നെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതാണ്. കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ബുഷിയായിട്ട് വളർത്തിയെടുക്കാവുന്നതാണ്. ഈ ഒരു പ്ലാന്റ് നല്ല ഒരു ബൾക്കി ആയിട്ടും ഉണ്ടാവുന്നതാണ്. ഇതുപോലെ ഒരു ചെറിയ ഇതായിട്ടും ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ പോട്ടിലാക്കിയിട്ട് ഒരു ഏരിയയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറേ പൂ ഉണ്ടാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇത് നമ്മുടെ അരിപ്പൂവാണ്. ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ടുള്ള അരിപ്പൂവാണ്. ഇതിൻ്റെ 2 കളറ് നമുക്ക് 2-3 കളർ അവൈലബിൾ ആണ്. ഒന്ന് ഈ ലാവൻഡർ ഷെയ്ഡ്, ഒന്ന് ഈ റെഡ് മാത്രമായിട്ട് വരുന്നത്, പിന്നെ ഈ മിക്സ് ചെയ്തിട്ട് റെഡും ഓറഞ്ചും കൂടി മിക്സ് ചെയ്ത് വരുന്ന കളറാണ് ഉള്ളത്. ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ചെറിയ പോട്ടിലാക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് റോസിൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. ഇത് പിങ്ക് റോസാണ്. അതുപോലെ തന്നെ റോസിൽ വരുന്ന വൈറ്റ് റോസാച്ചെടി ഉണ്ട്, കൊലയായിട്ട് ഉണ്ടാവുന്ന. അതുപോലെ തന്നെ ജാസ്മിൻ റോസ് ഉണ്ട്. നമ്മുടെ ജാസ്മിൻ റോസാണ്. നല്ല അടുക്കടുക്കോട് കൂടി കുറേ ഇതളുകൾ വരുന്നതാണ്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് നമ്മൾ ബോഗൻവില്ല സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ലാവൻഡർ ഷെയ്ഡിൽ എല്ലാ സീസണിലും പൂക്കൾ ഉണ്ടാകുന്നൊരു ബോഗൻവില്ലയാണ്. അതുപോലെ തന്നെ ബോഗൻവില്ലേൻ്റെ 2-3 കളറുണ്ട്. ഇതിൽ മാത്രമാണ് ഇപ്പോൾ നമുക്ക് പൂവിട്ടിട്ടുള്ളത്. പിന്നെ പിങ്ക് കളർ വരുന്നുണ്ട്. അതുപോലെ തന്നെ വൈറ്റ്, ഓറഞ്ച്, ഈ കളറിലൊക്കെ നമുക്ക് ബോഗൻവില്ല ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഡോറായിട്ടും ഔട്ട്ഡോറൊക്കെ ആയിട്ട് നമ്മൾ വളർത്തിയ കുറച്ച് ചെടികൾ. അപ്പോൾ ഇതിൻ്റെ ബാക്കി നമ്മൾ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. അപ്പം വേറെ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് ഇനി നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.